ഹായ് എവരിവൺ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠനത്തിൽ എൻഗേജ്ഡ് ആക്കുന്നത്. ഇത് മലയാള പാഠപുസ്തകമാണ്. ഈ പാഠപുസ്തകത്തിൽ നിന്ന് കുറേ വാക്കുകൾ അവർക്ക് ഡാഷ് ഇട്ട് കൊടുത്തിട്ട് കണ്ടെത്തി പൂരിപ്പിക്കുക വാക്കുകൾ. ഇങ്ങനെ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നും ഒരുപാട് വാക്കുകൾ ഇങ്ങനെ കണ്ടെത്തിയിട്ട് ഡാഷ് ഇട്ട് എഴുതുകയാണ്. പുസ്തകം വായിച്ച് ഫില്ല് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ എയിം. അപ്പോൾ പുസ്തക വായന നടക്കും, വാക്കുകളെ പരിചയപ്പെടാനും സാധിക്കും. അങ്ങനെ ഒരു 15 വാക്ക് ഞാൻ കണ്ടെത്തി എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിനോടൊരു ഇൻട്രസ്റ്റ് വരും, ഗെയിമിലൂടെ ഒരു പഠനം നടത്തുന്നത് വഴി. പൊതുവെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് മലയാളം വളരെയധികം ടഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം വായനാശീലം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ മലയാളം നമുക്കെന്താണ് കൈവശമാക്കാൻ കഴിയുകയുള്ളൂ. മാതൃഭാഷ മറന്ന് നമുക്കൊരു ജീവിതമില്ല. മലയാളം വായനയിലൂടെ പഠിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, പേപ്പർ കട്ടിങ്സ് എല്ലാം കിട്ടുന്നത് വായിക്കുക, പുസ്തകം പല ആവർത്തി വായിക്കുക. അപ്പം ഇതൊരു വായനാശീലം വർദ്ധിപ്പിക്കാനും വാക്കുകൾ പരിചയപ്പെടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഗെയിമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ വെക്കേഷന് സാറ്റർഡേ സൺഡേയിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് സമയം കണ്ടെത്തുക, പേരൻസ്. അങ്ങനെ ഇങ്ങനെ കുറേ വാക്കുകൾ കണ്ടുപിടിക്കുക. ഇത് മധുര പലഹാരങ്ങൾ, അങ്ങനെ ഓരോ വാക്കുകൾ കണ്ടെത്തി ഇങ്ങനെ എഴുതുക. സാന്താക്ലോസ്. അപ്പോൾ നമ്മളൊന്ന് എഫേർട്ട് ഇട്ടേ പറ്റുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുസ്തകം നമ്മൾ ട്യൂഷനുണ്ടായാലും ഇല്ലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ആകർഷിക്കുന്ന. അങ്ങനെ ഒരു 15 വേർഡ് ഇട്ടുകൊടുത്ത് ആ പുസ്തകത്തിലുള്ള ടഫായിട്ടുള്ള വാക്കുകൾ കുട്ടികൾക്ക്, ഇത് 3ാം ക്ലാസ്സിലെ പുസ്തകമാണ്, അത്രയും വലിയ വാക്കുകളാണ് വരുന്നത്. സഹോദരങ്ങൾ. ആ വാക്കുകളെല്ലാം പരിചയപ്പെടാനായിട്ടും പരീക്ഷയ്ക്ക് എന്തായാലും ഇവർ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതേണ്ടുന്നതാണ്. അപ്പോൾ വാക്കുകൾ സ്വയം എഴുതേണ്ടുന്നതാണ്. അയൽക്കാരൻ. ഇനി ഒരു വാക്കും കൂടെ വേണം. മാലാഖ എന്നൊരു വാക്ക്, മാലാഖമാർ. ഇങ്ങനൊരു വാക്കും കൂടെ കണ്ടെത്തി എഴുതി. ഇനി ഇത് നമുക്ക് എഴുതാനായിട്ട് കൊടുക്കാം. പാഠഭാഗത്തു നിന്നും 12ാമത്തെ ക്രിസ്തുമസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള വാക്കുകൾ പൂർണ്ണ രൂപത്തിൽ എഴുതുക. ഇത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണ് ചെയ്തത്. ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ഓർഡറിൽ തന്നെയാണ് പുസ്തകത്തിൻ്റെ പാരഗ്രാഫ് വൈസ് വായിച്ച് വരുമ്പോൾ ഓർഡറിൽ തന്നെയാണ് വാക്കുകൾ ഇട്ടിരുന്നത്. ഇത് 2 ആവർത്തി വായിച്ചു കഴിഞ്ഞ് ഈ ഒരു പാഠഭാഗം കുറച്ചും കൂടെ തറവാകുമ്പോൾ നമുക്ക് ഷഫിൾ ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് പാരഗ്രാഫിലുള്ള വേർഡ് 1ാമതും അങ്ങനെ വാക്കുകളൊന്നുകൂടെയും പരിചയപ്പെടും. ഇത് 2 ആവർത്തി വായിച്ചതുകൊണ്ട് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു. ആദ്യത്തെ അക്ഷരവും ഇടയ്ക്കത്തെ ഫില്ലിങ്ങും എല്ലാം കിട്ടിയപ്പോഴും തന്നെ വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്താനൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇങ്ങനത്തുള്ള നല്ല നല്ല ആക്ടിവിറ്റീസ് ഇട്ട് കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല ആക്ടിവിറ്റീസ് ഇനിയും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ബൈ.